ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അർച്ചനയുടെയും ആതിരയുടെയും സംസാരം കേട്ടുകൊണ്ട് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് അവന്തിക. ഇത് കേട്ട് അവരോട് പറയുന്നുണ്ട്, നന്ദേട്ടൻ്റെ ഭാര്യയായി സന്ധ്യ വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതെന്തായാലും ഞാനിവിടെ വാഴിക്കില്ല. എന്തായാലും എൻ്റെ ഭർത്താവിനെ ഞാൻ ഇനി ഉപദ്രവിക്കാൻ നോക്കുന്നില്ല, കുറച്ചുകൂടി സ്നേഹിക്കാനേ നോക്കുന്നുള്ളൂ. ഈ സമയത്ത് അനഘയും കിച്ചണിലേക്ക് വരുന്നുണ്ട്. ഇതാർക്കാ ഈ ചായ എന്ന് അനഘ ചോദിക്കുമ്പോൾ, എൻ്റെ ഭർത്താവിന്, അല്ലാതെ പിന്നെ ആർക്കാ? നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത്? ഇന്നു മുതൽ ഞാനൊരു നല്ല ഭാര്യയാകാനുള്ള ശ്രമത്തിലാണ്. ഇതുവരെ കൊടുക്കാൻ കഴിയാത്ത സ്നേഹം മുഴുവനും ഇനി ഞാൻ എൻ്റെ ഭർത്താവിന് വാരിക്കോരി കൊടുക്കാൻ പോവുകയാണ് എന്ന് അവന്തിക പറയുമ്പോൾ അനഘ പറയുന്നുണ്ട്, ഇതിനകത്ത് വല്ല വിഷവും കലക്കിയ പാവത്തിന് കൊടുക്കാനാണോ ഉദ്ദേശം? ഇപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമില്ല. നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പഴയ ആളല്ല. ഇന്നലെ രാത്രി ഞാൻ മാറി, ഒരുപാട് മാറി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഞങ്ങളുടെ യഥാർത്ഥ ലൈഫ് എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു. അവന്തിക പോയ സമയം അനഘ അവരോട് പറയുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എൻ്റെ ഈ ചേച്ചി പറഞ്ഞിട്ട് പോയത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ദിവസം ചായയിൽ ഉറപ്പായിട്ടും ഒരു വിഷം കലർത്തും. പാവം നന്ദേട്ടൻ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. പെട്ടെന്ന് സ്വഭാവം മാറിയാൽ സൂക്ഷിക്കണമെന്നാ പറയുന്നത്. ഇതിപ്പോൾ ഒറ്റ രാത്രി കൊണ്ടിങ്ങനെ മാറുകയെന്ന് വെച്ചാൽ എന്തോ നിന്റെ ചേച്ചി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും വിചാരിക്കാം. ഇന്നലെ അവർക്കുണ്ടായ അപമാനം സഹിക്കാൻ കഴിയുന്നതാണോ? വെഡിങ് ആനിവേഴ്സറിക്ക് കാമുകിയോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയ ഭർത്താവിനെ പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ചായ കൊണ്ടു കൊടുക്കാൻ അർച്ചനയടുത്തേക്ക് കഴിയുമോ എന്ന് അർച്ചനയോട് അനഘ ചോദിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നന്ദേട്ടൻ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ മാത്രമേ ജീവനോടെ ഇരിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് അനഘയും പോകുന്നുണ്ട്. ഇതേസമയം നന്ദനെ കാണിക്കുന്നുണ്ട്. നന്ദൻ മുറിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഈ സമയം സന്ധ്യ നന്ദൻ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. അവന്തിക എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ എല്ലാവരോടും കാര്യങ്ങൾ തുറന്നു പറയും. അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നന്ദൻ ഒന്ന് വരാമോ? എനിക്കൊന്ന് കാണണം പ്ലീസ് എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുമ്പോൾ അതിന് തിരിച്ച് മെസ്സേജ് അയക്കാൻ തുടങ്ങുകയായിരുന്നു നന്ദൻ. ആ സമയത്താണ് ചായയുമായി അവന്തിക മുറിയിലേക്ക് വന്നത്. പെട്ടെന്ന് ഫോൺ താഴ്ത്തി വെക്കുകയാണ് നന്ദൻ. ചായ കുടിക്കുക, ഞാനിതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ലെന്നും അവന്തിക നന്ദനോട് പറയുന്നു. എന്നാൽ ആ ചായ വാങ്ങാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയായിരുന്നു നന്ദൻ. അവന്തിക പറയുന്നുണ്ട്, എവിടെ പോകുന്നു? ഈ ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഇത് കുടിക്കാതെ പോയാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ ഹൃദയം പൊട്ടിയുള്ള മരണമായിരിക്കും. റെസ്റ്റോറൻറ്റിൽ സംഭവിച്ചത് ഞാൻ ഇപ്പോൾ തന്നെ പോയി പറയും. അത് മതി. ഇപ്പോൾ തുന്നി വെച്ചിരിക്കുന്ന നിങ്ങളുടെ അച്ഛൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിച്ചിതറിപ്പോകാൻ എന്താ അത് വേണോ എന്ന് അവന്തിക ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ നന്ദൻ ആ ചായ വാങ്ങി കുടിക്കുന്നുണ്ട്. ചായ കുടിക്കാൻ തുടങ്ങുമ്പോൾ ആ താലിമാല എത്ര പവനുണ്ട് എന്ന് അവന്തിക ചോദിക്കുന്നു. അതുകൊണ്ട് നന്ദൻ ചായ അവിടെ കുടിക്കാതെ തന്നെ അവിടെ എടുത്തു വെച്ചിട്ട് പോകുന്നു. ഇവരെ ഞാൻ സ്നേഹിച്ചു കൊല്ലും എന്ന് അവന്തിക വിചാരിക്കുകയും അവന്തിക നന്ദൻ അങ്ങോട്ടേക്ക് പോയ സമയത്ത് ആ ചായക്കകത്ത് എന്തോ ഒരു പദാർത്ഥം കലക്കുകയും ചെയ്തു. ഇതുപോലെ ചെറിയ ചെറിയ പോയിസൺ നിങ്ങൾക്ക് ഞാൻ തരും. എൻ്റെ മുന്നിൽ തന്നെ നിങ്ങൾ തീരും. വേറൊരുത്തിയുടെയും കഴുത്തിൽ താലി കെട്ടാൻ പിന്നെ നിങ്ങൾ ജീവനോടെ കാണില്ല എന്നും അവന്തിക വിചാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു. ആ സമയത്താണ് അർച്ചന അവിടേക്ക് വരുന്നത്. തൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്താ, എന്ത് പറ്റിയെന്ന് സച്ചി ചോദിക്കുമ്പോൾ, സച്ചിയേട്ടൻ ഓഫീസിൽ പോകാൻ റെഡിയായോ എന്ന് അർച്ചന ചോദിക്കുന്നു. എന്താ കാര്യമെന്ന് സച്ചി. ഹോസ്പിറ്റലിൽ ഒന്ന് പോകാനാണ് സച്ചിയേട്ട, എൻ്റെ ഡേറ്റ് തെറ്റിയിട്ട് ഒരാഴ്ചയായി. ചെറിയൊരു പ്രതീക്ഷയോടെ നിൽക്കുകയാണ് രണ്ടുപേരും. ടെസ്റ്റ് ചെയ്യാനുള്ള സ്കെയിൽ വാങ്ങാൻ പോവുകയാണ് സച്ചി. വലിയ ആവേശത്തിൽ പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സന്ദീപ്. സച്ചിയേട്ട എന്ന് പറഞ്ഞ് സന്ദീപ് സച്ചിയെ വിളിക്കുന്നു. വളരെ സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യമെന്ന് സന്ദീപ് സച്ചിയോട് ചോദിക്കുന്നു. കാര്യമൊന്നുമില്ല, ഞാൻ മെഡിക്കൽ സ്റ്റോർ വരെ പോകുവാണെന്ന് സച്ചി പറയുന്നു. മെഡിക്കൽ സ്റ്റോറോ? അതിന് സച്ചിയേട്ടൻ എന്തിനാ പോകുന്നത്? വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ പോരെ എന്ന് സന്ദീപൻ ചോദിക്കുന്നു. അത് പറ്റില്ല, ഇത് നേരിട്ട് പോയി വാങ്ങിക്കേണ്ട മെഡിസിനാണ് എന്ന് സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നു, നേരിട്ട് പോയി വാങ്ങേണ്ട മെഡിസിനോ? ഇതിലെന്തോ ഉടായ്പുണ്ടല്ലോ. എന്താ സച്ചിയേട്ടാ സത്യം പറയുന്നു ചോദിക്കുന്നു. അതൊക്കെയുണ്ട്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങുന്നു. അത് വേണ്ട, കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. ഇല്ലെങ്കിലേ പറ, ആ മെഡിസിൻ ഞാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് സന്ദീപ്. അത് പറ്റില്ല, ഞാൻ തന്നെ നേരിട്ട് പോയി വാങ്ങേണ്ട മെഡിസിനാണ് കേട്ടോ എന്ന് സച്ചി. കള്ളം പറയാതെ സത്യം പറയുന്ന സന്ദീപ്. നിന്നോട് മാത്രം ഞാൻ രഹസ്യം പറയാമെന്ന് സച്ചി. ഞാൻ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ഒരു കിറ്റ് വാങ്ങാനാണ് ഇപ്പോൾ പോകുന്നത് എന്ന് സച്ചി പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ സത്യമാണോ എന്ന് സന്ദീപ് ചോദിക്കുന്നു. എൻ്റെ ദൈവമേ, ഇന്നിവിടെ പലതും നടക്കും എന്ന് പറഞ്ഞ് അച്ഛനെയും ഒക്കെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു സന്ദീപ്. പെട്ടെന്ന് സന്ദീപിൻ്റെ വായ പൊത്തുകയാണ് സച്ചി. ഞാൻ തിരിച്ചു വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി സംഭവം ഓക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് സച്ചി. അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് സച്ചി പോകുന്നത്. എന്നാൽ സച്ചി അങ്ങോട്ട് ഇറങ്ങിയ സമയം പെട്ടെന്ന് അവിടെ കിടന്ന് വിളിച്ചു പോവുകയാണ് സന്ദീപ്. എന്താടാ എന്ന് ചോദിച്ച് സേതുവിടേക്ക് വന്നു. നീ ഇതിനെ ബഹളം വെക്കുന്നത്, സച്ചി എങ്ങോട്ടാ പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ ഒരു ബോംബ് പൊട്ടിക്കാനുള്ള മെറ്റീരിയൽ വാങ്ങാൻ പോയതാണെന്ന് പറയുന്നുണ്ട് സന്ദീപ്.
നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് സേതു ചോദിക്കുന്നു. അച്ഛൻ കുറച്ച് ലഡുവൊക്കെ വാങ്ങിച്ചു വെച്ചോ എന്ന് സന്ദീപ് പറയുമ്പോൾ അവൻ്റെയൊക്കെ ചോദിക്കുന്നു. എന്തൊക്കെയാ സന്ദീപെ പറയുന്നത്? ഇത് നീ സംസാരിക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. പരസ്പര ബന്ധം ഉണ്ടാകും. ചിലപ്പോൾ ഇന്നിവിടെ അത്ഭുതം സംഭവിച്ചു എന്ന് വരും. അച്ഛനല്ല, എന്തായാലും ലഡു വാങ്ങിച്ച് തയ്യാറായിക്കോ. സച്ചേട്ടൻ പോയിരിക്കുന്നത് അർച്ചനയുടെ പ്രഗ്നൻസി സ്കെയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് വാങ്ങാനായിട്ടാണ്. ഇത് കേട്ട് അവൻ്റെ ഒന്നങ്ങ് ഞെട്ടി. വളരെ സന്തോഷത്തോടെ സേതു ചോദിക്കുന്നു. സത്യമാണോ മോനെ ഈ പറയുന്നത്? സത്യമാണ്. ഈ വീടിന് മുറ്റത്ത് അർച്ചനയുടെയും സച്ചേട്ടൻ്റെയും കുഞ്ഞുങ്ങൾ ഓടി കളിക്കാൻ പോകുന്നു എന്ന് സന്ദീപ് പറയുമ്പോൾ അവൻ്റെ പറയുന്നുണ്ട്. ഒന്ന് ചുമ്മാതിരിക്കുക സന്ദീപേ. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് വാങ്ങാനല്ലേ പോയുള്ളൂ? അല്ലാതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആകണം എന്നില്ല, ചിലപ്പോൾ നെഗറ്റീവായെന്നും വരാം. ആവശ്യമില്ലാതെ ഇതിന് പുറത്ത് ബഹളം വെക്കേണ്ടെന്ന് പറയുമ്പോൾ സന്ദീപ് പറയുന്നു. സച്ചേട്ടൻ്റെ സന്തോഷം കണ്ടപ്പോൾ തന്നെ എനിക്ക് സത്യമാണെന്ന് തോന്നുന്നു. എന്തായാലും സച്ചേട്ടൻ വളരെ സന്തോഷത്തിലാണ് പോയിരിക്കുന്നത്. നിന്ന് കളിക്കാതെ നീ ലഡുവിന് പറയടാ, എവിടെ അർച്ചന മോളെ, അർച്ചന എന്ന് പറഞ്ഞ് സേതു വിളിക്കാൻ തുടങ്ങുകയാണ്. സച്ചേട്ടൻ രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞിട്ടാ പോയത്. അച്ഛൻ വിളിച്ചു കൂവണ്ടായെന്നും സന്ദീപ്. എന്നാൽ എല്ലാവരോടും വിളിച്ചു പറയുകയാണ് സേതു. ഇതെങ്ങാനും സത്യമായാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അർച്ചന ഗർഭിണിയായെങ്കിൽ അവളെ താഴ്ത്തും തലയിലും വെക്കാതെ കൊണ്ട് നടക്കും ഈ കിഴവൻ. പിന്നെ ഒരു കോന്തൻ ഭർത്താവും. ഇതൊരിക്കലും ശരിയാവല്ല ഈശ്വര. എത്തവണത്തെയും പോലെ ഇത് നെഗറ്റീവായി തന്നെ പോകണേ എന്ന് അവൻ്റെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയം മെഡിക്കൽ സ്റ്റോറിലേക്ക് എത്തിയിരിക്കുകയാണ് സച്ചി. അവിടെ ചെന്നിങ്ങനെ പരുങ്ങലോടെ നിൽക്കുകയാണ് സച്ചി. എന്താണ് വേണ്ടത്? പ്രിസ്ക്രിപ്ഷൻ ഒന്നുമില്ല എന്ന് ചോദിക്കുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫ്. എന്നാൽ എനിക്കൊന്നും വേണ്ട, പിന്നെ എന്നൊക്കെ പറഞ്ഞൊരു പരുങ്ങലോടെയാണ് സച്ചി നിൽക്കുന്നത്. പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ആർക്കാണ് പ്രഗ്നൻറ്റ് എന്നൊക്കെ ഇങ്ങനെ ആ സ്റ്റാഫ് ചോദിക്കുന്നു. ഒരു കിറ്റ് വേണം എന്ന് സച്ചി പറയുമ്പോൾ ആ സ്റ്റാഫ് പറയുന്നു. അതിനെന്താ ഇത്ര നാണിക്കുന്നത്? പ്രഗ്നൻസി കിറ്റ് വേണമെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിൻ്റെ റിസൾട്ട് കറക്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി എടുത്ത് ചോദിക്കുന്നു. തുടർന്ന് സച്ചി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും തന്നെയാണ് അത് അവിടേക്ക് കൊണ്ടുവരുന്നത്. സച്ചി അവിടേക്ക് വന്നപ്പോൾ പുച്ഛത്തോടെയും കളിയാക്കലോടെയും തന്നെയാണ് അവൻ്റെ സച്ചിയോട് സംസാരിക്കുന്നത്. സച്ചി എന്തായാലും അകത്തേക്ക് പോയിരിക്കുന്നു. അർച്ചന പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചത് എന്ന് അവൻ്റെ പറയുമ്പോൾ സേതു പറയുന്നു. സത്യമാണ് മോളെ, അർച്ചനയ്ക്കും സച്ചിക്കും ഒരു കുഞ്ഞുണ്ടാവാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു. അതിലൊരു ബലമുണ്ടായാൽ മതിയായിരുന്നു. സന്ദീപ് ഇങ്ങനെ അവന്തിക പോയതിനു ശേഷം പറയുന്നു. അർച്ചനയുടെ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ അത്ര സന്തോഷമായിട്ടില്ല അവന്തിക അടുത്തേക്ക്. സേതു പറയുന്നു. എങ്ങനെയുണ്ടാകും? എല്ലാവർക്കും കുഞ്ഞുങ്ങളായല്ലോ. അർച്ചനയുടെ കാര്യത്തിലും ഇപ്പോൾ തീരുമാനമുണ്ടാകും. പിന്നെ ഈ വീട്ടിൽ കുഞ്ഞുണ്ടാകാത്തത് ആർക്കാണ്? അവനികയ്ക്കല്ലേ. അതിൻ്റെ വിഷമം അവളുടെ ഉള്ളിൽ കാണും. നീ അതിൻ്റെ പിന്നാലെ നടന്ന് കളിയാക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ എന്നും പറയുന്നു. മനസ്സിലായി, എത്ര പറഞ്ഞാലും, പക്ഷെ അവർക്ക് മനസ്സിലാകില്ലല്ലോ അവന്തിക അടുത്തേക്ക് എന്ന് പറഞ്ഞ് സന്ദീപും അവിടെ നിന്ന് പോകുന്നുണ്ട്. സച്ചി അർച്ചനയുടെ മുറിയിൽ എത്തിയിരിക്കുന്നു. അർച്ചനയാണെങ്കിൽ വളരെ ടെൻഷനോടെയാണ് ഇരിക്കുന്നത്. അർച്ചന സച്ചിയെ അകത്ത് കയറ്റിയിട്ട് വാതിലടച്ചിരിക്കുകയാണ്. എല്ലാവരോടും സച്ചിയുടെ എന്തിനാ പറഞ്ഞത്? ആരോടും പറയാതെ പോകണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇതിപ്പോൾ ഇവിടെ എല്ലാവരും അറിഞ്ഞു. അച്ഛനും വന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അനങ്ങ് വല്ലാണ്ടായി. സച്ചിയേട്ടാ, ഇത് നമ്മൾ മാത്രം സ്വകാര്യമായി നോക്കിയിട്ട് സത്യമാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ അർച്ചന. എന്തായാലും താൻ അതൊക്കെ വിട്ടേക്ക്, താനാദ്യം സംഗതി സത്യമാണെന്നും നോക്ക് എന്ന് സച്ചി പറയുന്നു. സച്ചിയെ മുറിയുടെ പുറത്താക്കി കഥ കടയ്ക്കുകയാണ് അർച്ചന. ഈ സമയത്താണ് ആതിരയും സന്ദീപും അവിടേക്ക് വരുന്നത്. ഇതെന്താ സച്ചിയേട്ടനെ പുറത്താക്കുന്നത് എന്ന് സന്ദീപ് ചോദിക്കുന്നു. അതെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് വാങ്ങാൻ പോകുന്നത് ഇത്രയ്ക്ക് വലിയ കുറ്റമാണോ? നിന്നോട് ഞാൻ ആരോട് പറയരുത് എന്നല്ലേ സന്ദീപെ പറഞ്ഞത് എന്ന് സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്. ഞാൻ ഇവളോട് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന്. അതിനിപ്പോൾ എന്താ, ഇതെങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമാണോ എന്ന് ആതിരയും ചോദിക്കുന്നു. അതിരിക്കട്ടെ ചേച്ചി നോക്കിയോ എന്ന് പറയുന്നു. ഇല്ലെന്നേ എന്ന് സച്ചിയും പറയുന്നു. ഞാൻ വരണോ എന്ന് ആതിര ചോദിക്കുന്നു. ആര് വരണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അകത്ത് കയറി വാതിലടയ്ക്കുകയാണ് അർച്ചന. എന്നിട്ടിങ്ങനെ ആദ്യം ടെൻഷനോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ നിൽക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.